ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് 3 ദിവസമായി ശാഖ അതിർത്തിയിലുള്ള മുഴുവൻ കുട്ടികൾക്കും പഠന ക്ലാസ് പുതുപ്പള്ളി തെക്ക് 397 നമ്പർ ശാഖായോഗം അങ്കണത്തിൽ നടത്തി. പഠന ക്ലാസ് ഉദ്ഘാടനം പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി നിർവഹിച്ചു. കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ സമാപന പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പുതുപ്പള്ളി തെക്ക് 397 നമ്പർ SNDP ശാഖായോഗത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ശാഖ അതിർത്തിയിലുള്ള മുഴുവൻ കുട്ടികൾക്കുമായി 3 ദിവസത്തെ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. പഠന ക്ലാസ് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു. കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ സമാപന പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ മോളാണ് എല്ലാ ക്ലാസ്സുകളിലും നിരന്തരം വന്നുകൊണ്ടിരുന്നത്. ദൈവദശകം, ലോകം അംഗീകരിച്ച ദൈവദശകം, ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ എഴുതിയ ദൈവദശകം, ലോകത്തെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ദൈവദശകം. ആ ദൈവദശകം ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും അവരുടെ പ്രാർത്ഥനാ ഗീതമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവദശകം നമ്മുടെ ചടങ്ങുകളിൽ ചൊല്ലുമ്പോൾ, മൈക്കിവിടെ കേൾക്കുമ്പോഴൊന്നുമല്ല, ചടങ്ങുകളിൽ ചൊല്ലുമ്പോൾ നമ്മൾ കൈകൂപ്പി നിൽക്കാൻ പഠിക്കണം. കൈകൂപ്പി നിന്നുകൊണ്ട് വേണം ദൈവദശകം ചൊല്ലാൻ. നമ്മുടെ പലരും അങ്ങനെ ശ്രദ്ധിക്കാറേയില്ല. ഇപ്പോൾ ഒരു വിവാഹ ചടങ്ങ് നടക്കുമ്പോൾ ആ വിവാഹ ചടങ്ങിൽ ദൈവദശകം ചൊല്ലും, മരണാനന്തര കർമ്മം നടക്കുമ്പോഴും ദൈവദശകം ചൊല്ലും. ആ പ്രാർത്ഥന പൂർണ്ണമായി ഭരിക്കണമെങ്കിൽ നമ്മൾ കൈകൂപ്പി നിന്ന് വേണം ചെയ്യാൻ. അങ്ങനെ അത് നമ്മളൊരു മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കിയത് കേട്ടോ. എപ്പോൾ ദൈവദശകം കേട്ടാലും ചൊല്ലുമ്പോൾ കേൾക്കുമ്പോൾ കൈകൂപ്പി നിന്ന് വേണം ചൊല്ലാൻ കേട്ടോ. അപ്പൊ മോള് ദൈവദശകം ഇവിടെ 3 ദിവസമായി, 3-ാം ദിവസം, ഇന്ന് 4-ാം ദിവസം, 4 ദിവസവും ദൈവദശകം കൃത്യമായി ചൊല്ലി. അപ്പൊ ഇവിടെ പലർക്കും ദൈവദശകം അറിയത്തില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അമ്മമാര് നിർബന്ധമായി കുട്ടികളെ ദൈവദശകം പഠിപ്പിക്കണം. ദൈവദശകം പഠിക്കുക, അത് ചൊല്ലുക എന്നത് ഭഗവാനെ കാണുന്നതിന് തുല്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ദൈവദശകം ഗുരുവിന് തുല്യമാണ്. ആ മഹത്തായ ആ കീർത്തനം ദിവസവും നമുക്ക് ആലപിക്കാൻ സാധിക്കും. നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്തെങ്കിലും ആ ദൈവദശകം ഒന്ന് ചൊല്ലിയിട്ട് നിങ്ങൾ ഒന്ന് കിടന്നുറങ്ങിക്കുക. നിങ്ങൾക്ക് ഉറക്കത്തിനൊരു ബുദ്ധിമുട്ടും വരുത്തില്ല. ശാഖായോഗം പ്രസിഡന്റ് ഡാളി അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി ബിനുരാജ്, യൂണിയൻ കൗൺസിൽ അംഗങ്ങളായ പനക്കൽ ദേവരാജൻ, N. ദേവദാസ്, വരവുള ശ്രീനി, ഭരണിക്കാവ് രാധാകൃഷ്ണൻ, വാത്തിശ്ശേരിൽ മനോഹരൻ, TP രവീന്ദ്രൻ, ഹരി, രമണൻ, സജുമോൻ, ഭാർഗവൻ, വിജയകുമാർ, രാജൻ, വനിതാ സംഘം ഭാരവാഹികളായ ശൈലജ, ശ്രീലത, ഗംഗ, ഷീബ, പ്രസന്ന, വിമല, സുധ, ഉഷ, ബിന്ദു, ദീപ, മായാദേവി എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.